ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുത്തു. 72ാം ദിനം ലോറി കണ്ടെത്തിയത് കോണ്ടാക്ട് പോയിന്റിൽ 2-ൽ. കർണാടക സർക്കാരിന് നന്ദി അറിയിച്ച് MK രാഘവൻ MP. ശിരൂരിൽ കാണാതായ മറ്റ് 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. തൃശൂർ ചാലക്കുടിയിൽ ഡ്രെയിനേജ് വൃത്തിയാക്കാനിറങ്ങിയ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. മരിച്ചത് കാരൂർ സ്വദേശി സുനിൽകുമാറും വരദനാട് സ്വദേശി ജിതേഷും. അപകടം ബേക്കറിയിലെ മാലിന്യക്കുഴി വൃത്തിയാക്കുന്നതിനിടെ. പി ശശിക്കെതിരെ പാർട്ടി അന്വേഷണമില്ല. PV അൻവർ MLA പരാതി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിച്ചില്ല. മുഖ്യമന്ത്രിയുടെ നിലപാടിനൊപ്പം പാർട്ടി. ADGP MR അജിത് കുമാറിനെ ഉടൻ മാറ്റേണ്ടതില്ലെന്നും ധാരണ. ADGP RSS കൂടിക്കാഴ്ച DGP അന്വേഷിക്കും. അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിലെ ADGPയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്ത് മന്ത്രിസഭായോഗം. തുടരന്വേഷണ സൂചന നൽകിയ മുഖ്യമന്ത്രി. ലൈംഗിക പീഡന കേസിൽ ഇടവേള ബാബുവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനായി അന്വേഷണം ഊർജിതം. കേരളത്തിനകത്തും പുറത്തും തെരച്ചിൽ. മുൻകൂർ ജാമ്യം തേടി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചേക്കും. ജാമ്യാപേക്ഷയെ എതിർത്ത് സർക്കാരും അതിജീവതയും. PSC കോഴ വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. പണം വാങ്ങിയത് CPIM മുൻ നേതാവ് പ്രമോദ് കോട്ടൂളി അല്ലെന്ന് പരാതിക്കാരൻ. പണം വാങ്ങിയത് കണ്ണൂർ സ്വദേശി. ജീവന് ഭീഷണിയുണ്ടെന്നും പരാതിക്കാരൻ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോറിയുടെ ക്യാബിനുള്ളിലായിരുന്നു അർജുന്റെ മൃതദേഹമുള്ളത്. ഇത് അർജുന്റെ മൃതദേഹം തന്നെയാണോ എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി വരേണ്ടതുണ്ട്. മൃതദേഹ ഭാഗങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട്. 72ാം ദിനം ലോറി കണ്ടെത്തിയത് കോണ്ടാക്ട് പോയിന്റിൽ 2-ൽ നിന്നാണെന്നാണ് നമുക്ക്